കർത്താവിന്റെ തന്നെ നാമം ഇന്ന് പകൽ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. കണ്ണുണ്ടെങ്കിലും കാണുവാൻ കഴിയാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കുവാൻ കഴിയാത്ത, മൂക്കിലെ ജീവശ്വാസമില്ലാത്ത ദേവന്മാരുടെ മുമ്പിൽ നിന്ന് കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും കഴിയുന്ന കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Today I thank God for His tremendous love for me. Once I was standing before gods who had eyes but couldn't see, who had nose but couldn't smell, who had ears but couldn't see, but from those gods the Lord has brought me to the real God who can see and who can hear and who can answer me. Hallelujah. ആ ദൈവങ്ങളെയെല്ലാം ഞങ്ങൾ തോളത്ത് ചുമന്നും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടും അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുമ്പോൾ ഈ സത്യദൈവം എന്നെ ചുമക്കുകയും എനിക്ക് വേണ്ടതെല്ലാം ഇങ്ങോട്ട് തരുകയും ചെയ്യുന്ന ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. And those gods we had to carry on our shoulders from place to place. We had to give a lot of services to those gods. We have to feed them, we have to bathe them, we have to do all those things to them. But today the Lord has sought me. He is carrying me and He is caring for me. He is providing me with everything I need. ആ ദൈവത്തെ ഒരിക്കൽ കൂടി ഞാൻ സ്തുതിക്കുന്നു. Once again I praise that God. എന്റെ ജീവിതത്തിന്റെ ചില അനുഭവങ്ങൾ ആദ്യമായി ഒന്ന് പറഞ്ഞതിന് ശേഷം ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുവാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. First of all, I will be sharing a few incidents from my experience with the Lord, and after that I will be sharing with you something from the Word of God that the Lord has given me to give over to you. ഞാൻ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ തൃശ്ശൂർപള്ളി എന്ന ഒരു സ്ഥലത്ത് ഹൈന്ദവ മുതലിയാർ കുടുംബത്തിൽ 4 മക്കളിൽ രണ്ടാമത്തെ മകനായി ജനിച്ചു വളർത്തപ്പെട്ടു. I was the second among the 4 children of a high Hindu priestly class family in the state of Tamil Nadu in South India. ഇന്ന് രാവിലെ ഇവിടെ ട്രാക്റ്റുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. I was very happy to see our beloved sister telling about the Christian tracts and messages in the church today morning. കാരണം എന്റെ 7ാം ക്ലാസ് പഠിക്കുന്ന കാലഘട്ടത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽവിലാസം എഴുതി അയച്ചാൽ ലഘുലേഖകളും പുതിയ നിയമത്തിന്റെ കോപ്പിയും അയച്ചു തരാമെന്നുള്ള പത്രപ്രസ്താവന കണ്ടുകൊണ്ട് ഞാനും ചില സ്ഥലങ്ങളിൽ എഴുതി അയച്ചു. When I was a 7th standard student, I saw a newspaper advertisement saying, if you want to know anything about Jesus, you can send us a postcard and we will send you the material. I also wrote a letter to those advertisements. യേശുവിനെ അറിയുവാനുള്ള താല്പര്യം കൊണ്ടല്ല ക്ലാസ് റൂമിനകത്ത് നിന്ന് പോസ്റ്റ്മാൻ കടന്നു വന്ന് വലിയ പാഴ്സലുകളും വലിയ ട്രാക്റ്റുകളും കൊടുക്കുന്നത് മാന്യത എന്ന് ഓർത്ത അന്ന് ചെയ്തത്. It's not that I was interested in knowing anything about Jesus that I did it, but I thought when I am sitting in the classroom and the postman would come and call me with a big bundle of post, and that would be a matter of honor to me. That's why I wrote to them. പക്ഷെ ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, ദൈവത്തിന്റെ വചനം വെറുതെ മടങ്ങത്തില്ല, അതിന്റെ പ്രവൃത്തി നിലച്ചിട്ടേ അയച്ചവന്റെ പക്കൽ മടങ്ങിയെത്തത്തുള്ളൂ. But the word of God says it will not go by empty-handedly. It will accomplish the word and then only it will go by. 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ചില ട്രാക്റ്റുകളിൽ ചില വാക്യങ്ങൾ വായിച്ചത് എന്റെ 27ാമത്തെ വയസ്സിൽ എല്ലാ പാരമ്പര്യത്തിന്റെ ശക്തിയിൽ നിന്നും വിടുവിച്ച് ദൈവം എന്നെ കൃപയിൽ കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. The Christian message I read when I was a 7th standard student. That message went on working in my life when I was 27. That message brought me to the Lord. അതുകൊണ്ട് ഇന്ന് പകൽ സമയം എനിക്ക് വ്യക്തമായ ഒരു കാര്യം പറയുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും അതിന്റെ പ്രവൃത്തിയെ തികച്ചിട്ട് മാത്രമേ അയച്ചവന്റെ പക്കൽ വചനം മടങ്ങിയെത്തത്തുള്ളൂ. I want to tell you one thing very surely, that if the word of God has come to you, how many years may pass,
that word of God will accomplish the words with which it will come, and then only it will go back to God. നിന്റെ ജീവിതത്തിൽ ഏത് സമയത്ത് ദൈവത്തിന്റെ വചനം വായിച്ചിട്ട് നീ പ്രാർത്ഥിക്കുവാൻ മറന്നാലും ആ വാക്യത്തിൽ അത്രമാത്രം നീ വിശ്വസിച്ചിട്ടില്ലെങ്കിലും ആ വചനം എന്ത് വിഷയം നിന്നോട് സംസാരിച്ചുവോ ആ വിഷയം പ്രവർത്തിച്ചിട്ട് മാത്രമേ അയച്ചവരുടെ പക്കൽ മടങ്ങിയെത്തത്തുള്ളൂ. If you ever happen to read anything from the word of God, and if it is something that you should be careful about, even if you forget to pray about it, the word has got the power to pray for you, and the word has got the power to do its work in your life. അതിന്റെ യഥാർത്ഥമായിട്ടുള്ള തെളിവാനും വചനം ഭൂമിയിലേക്ക് വന്ന് പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും സകലത്തിന്മേലും കിടക്കുന്ന മനുഷ്യ ജീവിതത്തെ രക്ഷിക്കുവാൻ വന്നപ്പോൾ റോമൻ പടയാളികൾ പിടിച്ച് കല്ലറയിൽ ഒതുക്കുവാൻ ശ്രമിച്ചിട്ടും ആ വചനം പാപത്തിൽ വിടുതൽ തന്നിട്ട് സ്വർഗത്തിലേക്ക് പോയ വചനമാകയാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. The best example of it is that Jesus Christ, the word of God, took flesh, came to this world to deliver human beings. Even though the Roman soldiers caught him, crucified him, and laid him behind the tomb, he got resurrected and he accomplished the act of deliverance and salvation. It was only after fulfilling it that he went back to heaven. ദൈവവചനത്തെ തടയുവാൻ ലോകത്ത് ഒരു ശക്തിയെ കൊണ്ടും പറ്റത്തില്ല. There is no power on this world that can stop the power of the word of God. അങ്ങനെ ചെറുപ്രായത്തിൽ ദൈവവചനം വായിച്ചതിന് ശേഷം 1989 എന്റെ പഠനം കഴിഞ്ഞിട്ട് കൊച്ചിൻ റിഫൈനറീസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ജോലിക്കായി കടന്നു വന്നു. Though I read the word of God when I was a little boy, in 1989 I got a job in the Cochin refinery, so I left my home back in Tamil Nadu and went to Kerala, Cochin, that's in Kerala, to join my job. അവിടെ ദൈവത്തിന്റെ വചനം പിന്നെയും കേൾക്കുവാൻ ഇടയായി. I again got the chance to listen to the word of God when I was in Cochin. പക്ഷേ ജീവിതത്തിൽ ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെതായുള്ള അവസ്ഥകളുടെ മുമ്പിൽ ഈ യേശുവിന്റെ അടുക്കൽ വരുവാൻ മനസ്സില്ലായിരുന്നു. But in front of our tradition, it was rather difficult or impossible for us to break them and then come to the Lord. പക്ഷേ ദൈവം സ്നേഹിച്ചതുകൊണ്ട് ദൈവവചനം വീണ്ടും എൻ്റെ അടുക്കൽ വന്നു. Because the Lord loved me, the word of God started coming to me again. നമ്മൾ ആരും കർത്താവിനെ തേടിപ്പോയതല്ല, ദൈവം നമ്മെ തേടി വന്നതാണ്. It is not that we sought after this God, but the Lord sought after us. അത്രമാത്രം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. That a tremendous love the Lord has for us. നാം സ്നേഹിക്കാതിരിക്കുമ്പോഴും, നാം ദൈവത്തിന്റെ മുമ്പിൽ കരുതാതിരിക്കുമ്പോഴും, നാം ദൈവത്തിന്റെ മുമ്പിൽ അത്രമാത്രം വില കൊടുക്കാതിരിക്കുമ്പോഴും സ്വന്തം പുത്രനെ ഈ ഭൂമിയിൽ അയച്ച് നമ്മെ സ്നേഹിച്ച സ്നേഹമാണ് ദൈവത്തിന്റെ വലിയ സ്നേഹം. Even when we are careless about God, the love of God is such that God had sent to this world His only begotten Son so that we could be saved through Him. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, സൃഷ്ടിയെ സ്നേഹിക്കുന്ന ദൈവം, സൃഷ്ടിയുടെ കാല് കഴുകുന്ന ദൈവം, സൃഷ്ടിയോട് അപേക്ഷിക്കുന്ന ദൈവം, ഇതുപോലൊരു ദൈവം ഈ ഭൂമിയിൽ ലോകത്ത് എവിടെയുമില്ല. Our God is a God who loves us, who cares for us. Look at the God who is seeking things from His creations. He is requesting things from the human beings whom He created. He was ready to wash the feet of the human beings whom He created. Such a tremendous God the world cannot see anywhere else. ശിഷ്യന്മാരുടെ കാല് കഴുകിയ ദൈവം എവിടെയുള്ളൂ? Where else can you see a God who was ready to wash the feet of His own disciples? ശിഷ്യന്മാരുടെ പടക് ഇങ്ങോട്ട് തരാമോ എന്ന് അപേക്ഷിച്ച ദൈവം എവിടെയുള്ളൂ? Where else can you see a God who was requesting His disciples, can you please give me your boat? ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ പത്രോസിനോട് ചോദിക്കുന്നു, നിന്റെ പടക് എനിക്ക് വിട്ടു തരാമോ എന്ന് അപേക്ഷിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. Luke chapter 5 we see Jesus requesting Peter, will you please give me permission to step into your boat? അങ്ങനെ ജീവിതത്തിൽ കർത്താവ് നമ്മളോട് അപേക്ഷിക്കുന്ന വിഷയത്തിൽ നാം അവന്റെ കൊടുക്കൽ കൊടുത്തുവിട്ടാൽ, അവന്റെ കയ്യിൽ തന്നാൽ അതിനെ നിറയ്ക്കുന്നവൻ ഇന്ന് പകൽ നമ്മുടെ മധ്യയിലുണ്ട്. I want to tell you one thing today. If the Lord asks you for something and if you're ready to give it over to the Lord is faithful to fill it.
ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. This is the living God. അങ്ങനെ 93-ൽ ദൈവത്തിന്റെ വചനം പല പ്രാവശ്യം കേട്ടു. In 93, I got so many chances to listen to the word of God. 26 വർഷങ്ങളായി രാത്രിയിൽ പേടി സ്വപ്നങ്ങൾ കണ്ട് ഭയന്ന് ഉറക്കം വരുവാൻ സാധിക്കാത്ത ദിനരാത്രങ്ങൾ പലതും കഴിഞ്ഞു. Over the last 26 years before that, I had permanently sleepless nights when I had only hallucinations and fearful dreams and things like that during the night. അന്ന് രാത്രിയും കഴുത്തിലും കയ്യിലും എല്ലാറ്റിലും മന്ത്രചരടുകളും മറ്റുള്ള എല്ലാം ഉണ്ടായിരുന്നു. Even that night, when I listened to the word of God properly, I had so many Hindu bands and bandages and witchcraft things like that tied on my body. അന്ന് എന്റെ ജീവിതത്തിൽ നന്നായി മദ്യപിച്ചെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. Though I was alcoholic in those days, I was not able to sleep properly. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം രാത്രി ഒരു ഭവനത്തിൽ ഞാൻ ചെന്നു. Once I went to a certain family. അവിടെ അവർ വീണ്ടും കർത്താവിന്റെ ചില സാക്ഷ്യങ്ങൾ അടങ്ങിയ കാസറ്റുകൾ എന്നെ കേൾപ്പിക്കാൻ തുടങ്ങി. Those people who used to speak the gospel to me before, that night they played to me a certain cassettes that had Christian gospel messages in it. ആ കാസറ്റുകൾ കേട്ടപ്പോൾ എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി. As I was listening to the cassettes, the Spirit of the Lord started working in my heart. അന്ന് രാത്രി ആ വീട്ടിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് ബൈബിൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എന്റെ ഭവനത്തിലേക്ക് പോയി. That night I borrowed an English Bible from that family, and with that I went home. ഞാൻ എന്റെ മുറിക്കകത്ത് ചെന്നിട്ട് ബൈബിൾ ഫ്രണ്ടിൽ വെച്ചിട്ട് എനിക്ക് അറിയാവുന്ന ഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. I went to my room back, I placed the Bible on a little table, and I began to pray to God in the way and style that I knew. ഈ വചനത്തിന് ശക്തി ഉണ്ടെങ്കിൽ, ഈ വചനത്തിന് ജീവൻ ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഈ വചനത്തിന് ജീവിതത്തിൽ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി എന്നോട് സംസാരിക്കണം. I told God, if your word has life in it, if your word has power in it, if your word can speak to me tonight, Lord, I want your word to speak to me. ഞാൻ ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങി. I just opened the Bible and I started reading. ആദ്യമായി എന്നോട് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം ഇടപെടാൻ തുടങ്ങി. So Matthew chapter 7 verse 7 began to speak to me. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. Ask, you shall receive. Seek, you shall find. Knock, it shall open to you. ഞാൻ വായിച്ചത് ഇംഗ്ലീഷ് ബൈബിൾ ആയിരുന്നു. അതിനകത്ത് ആസ്ക്, സീക്ക്, നോക്ക് എന്ന് പറയുന്ന ഈ 3 പദങ്ങൾ ഒരു മൈക്രോഫോണിന്റെ ശബ്ദം കൊണ്ട് ചെവിക്കകത്ത് ശബ്ദമുണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകുമോ അതുപോലെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. These 3 words, ask, seek and knock, I found that these 3 words coming to my ears as loudly as if from the microphone. ഞാൻ കിടപ്പിൽ കയറി ഇരുന്ന് മിനിറ്റുകൾ കഴിയുന്ന മുമ്പ് തന്നെ ഒരു ശബ്ദം കേട്ടു. I am the door, I will open for you. I sat on my bed and then I heard somebody speaking to me. I am the door, I will open for you. അതേ സമയത്ത് തന്നെ ഒരു മനുഷ്യന്റെ ശരീരത്ത് ടൺ കണക്കിന് ഭാരമുള്ള ഒരു ബ്ലാങ്കറ്റ് വലിച്ചു മാറ്റിയാൽ എന്ത് അനുഭവം ഉണ്ടാകുമോ അതേ അനുഭവം എന്റെ ശരീരത്തിലുണ്ടായി. At the same time I felt a huge burden moving away from me as if a heavy blanket of tons and tons of weight being removed from a human being's body. അന്ന് രാത്രി ഞാൻ കിടപ്പിൽ കയറി ഉറങ്ങാൻ തുടങ്ങി. That night I started sleeping peacefully. 26 വർഷങ്ങൾ ഉറക്കമെടുത്തിയ ആ ശത്രുവിന്റെ സകല ബന്ധനങ്ങളിൽ നിന്നും വചനമയച്ച് കർത്താവ് വിടുവിച്ചു. I found that the Lord had delivered me with His word from all the bondages that had broken my peace over the last 26 years. പിന്നീട് വചനം വായിച്ചപ്പോഴാണ് മനസ്സിലായത് അവൻ വചനമയച്ച് ബന്ധനങ്ങളെ അറുത്തു മാറ്റുന്ന ദൈവം. Later on when I read the Bible, I realized that our Lord is the God who sends His word to deliver the people. പിന്നീട് വചനം വായിക്കുവാൻ തുടങ്ങി. Then I started reading the Bible. സഭയിലേക്ക് കടന്നു പോകാൻ തുടങ്ങി. I went to the church. രക്ഷിക്കപ്പെട്ടു. I got saved. ഏറെ താമസിക്കാതെ സ്നാനപ്പെട്ടു. And I got baptized immediately. ഏറെ താമസിക്കാതെ തന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. Then I began to pray for the anointing of the Holy Spirit. 3 മാസത്തിന്റെ ഉള്ളിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തോടെ അന്യഭാഷയോടുകൂടി ദൈവം തന്റെ അഭിഷേകത്താൽ നിറച്ചു. In the next 3 months time, the Lord anointed
anointed me with the gift of the Holy Spirit and also the gift of the speaking of tongues. അങ്ങനെ ദൈവകൃപയാൽ ദൈവം നിറച്ചു. Thus the Lord filled me with His grace. അന്നു മുതൽ ഇന്ന് വരെ ആ ദൈവകൃപയിൽ പല സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ സാക്ഷ്യം പറയുവാൻ സ്വർഗ്ഗം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. Since that, I've been standing as a witness of the Lord in so many places and in so many situations. ഞാൻ എവിടേക്ക് ചെന്ന് ആരാധിച്ചോ ആ ദൈവത്തിന്റെ നാമങ്ങളിലുള്ള അനേകരുടെ സാധാന്യ ബന്ധനങ്ങളുടെ മുമ്പിൽ ദൈവം വിടുവിക്കുന്നത് കാണുവാൻ സ്വർഗ്ഗം ഇടയാക്കിയിട്ടുണ്ട്. When I went to places to stand as a witness of the Lord, I could see the Lord delivering people from the other gods whom I had served before. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സകല മുഴങ്കാലും മടങ്ങുമെന്ന് തെളിയിച്ച ദൈവം ഇന്ന് പകലും ജീവിക്കുന്ന ദൈവമാണ്. So I had the evidence that at the name of Jesus every knee shall bow. The Lord proved that to me. അങ്ങനെ ദൈവം എന്റെ ഭവനത്തിലുള്ള എല്ലാവരുടെ മുമ്പിലും തെളിയിച്ചു ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ദേവന്മാരുടെ ശക്തികൾ നിൽക്കത്തില്ല എന്ന് അവിടെ തെളിയിച്ച ദൈവം ഇന്ന് പകലും ജീവിക്കുന്ന ദൈവമാണ്. So the Lord proved to all the other family members in my house that my God is the real God and their gods cannot stand in front of my God. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. കാരണം ഞങ്ങളുടെ ഭവനത്തിൽ വെച്ച് ദേവന്മാരെ പകച്ചേച്ച് മുൻപോട്ട് വന്നാൽ ദേവന്മാർ നമ്മെ തകർക്കുമെന്നുള്ള ആ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ മുമ്പിൽ നിന്ന് അവിടെ വിട്ടിട്ട് അന്യ ദൈവമെന്ന് അവർ പറയുന്ന കർത്താവിനെ ആരാധിച്ചിട്ടും ദൈവം എന്നെ വളർത്തുന്നത് കണ്ടപ്പോൾ ഈ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് അവർ മനസ്സിലാക്കി. My family members thought that if any member of the family left our traditional gods, the traditional gods would go and destroy that person. They thought our gods would destroy me, but they found that they could not come anything against me. They began to say that my God is the real God. This God is a living God. ഇന്ന് പകൽ സമയം ദൈവം ഈ സഭയോടും വ്യക്തികളോടും പറയുവാൻ പറഞ്ഞ ഒരു വേദവാക്യം വായിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുവാൻ കർത്താവ് ശരണപ്പെടും. I would like to share something from the word of God that the Lord has asked me to share with you today. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 32-ാം വാക്യം. The book of Daniel, chapter 11, verse number 32. Daniel, chapter 11, verse number 32. Please read in English. Can somebody please read that? Those who do wickedly against the covenant, he shall corrupt with flattery. The people who know their God shall be strong and carry great exploits. ഞാൻ മലയാളത്തിൽ പറയാം, ദേവദാസൻ നന്നായിട്ട് ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയും. ഇവിടെ നമ്മൾ വായിക്കുന്ന പദം എങ്കിലും, nevertheless, എങ്കിലും ദൈവത്തെ അറിയുന്ന ജനം, the people who know their God, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. they shall stand firm and they shall do great exploits. ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിൽക്കും. Those who know their God, they will stand firm. ഉറച്ചു നിൽക്കുന്നവർ വീര്യം പ്രവർത്തിക്കും. And those who stand firm, they will do mighty things. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തെ കുറിച്ച് ഒരു ചെറിയ ആമുഖം പറയണമെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നടക്കുവാനിരിക്കുന്ന കാര്യങ്ങളെ കമ്പയർ ചെയ്ത് പഠിക്കുവാനുള്ള ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. The prophecy of Daniel has plenty of prophetical message that is related to the things that are written in the book of Revelation. അതിൽ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ ദൈവത്തെ ദാനിയേൽ അറിയുക മാത്രമല്ല, ദേശത്തിന്റെ രാജാക്കന്മാരുടെ മുമ്പിൽ ദാനിയേൽ ദൈവത്തെ അറിയിച്ചു. When we read Daniel chapter 1 to 6, we see the prophet Daniel was not only able to know his God, but he made his God known to all the people, the kings and those in power. ഓരോ അധ്യായത്തിലും ഓരോ രീതിയിലാണ്
ദൈവത്തെ അവൻ അറിയുകയും ദേശത്തിന്റെ മുമ്പിൽ അറിയിക്കുകയും ചെയ്തു. In every chapter we see that Daniel knew his God in a different way and he made his God known to the world in a different way. 7-ാം അധ്യായം മുതൽ ലോകത്തിലേക്ക് വരുവാനുള്ള വെളിപ്പാടുകളെ കുറിച്ച് വെളിപ്പാട് കണ്ട് ദർശനം കണ്ട് എഴുതാൻ തുടങ്ങി. Chapter 7 onwards, he sees the revelations, the things that are going to take place in the world in the coming days, and he is explaining all those prophecies. 11-ാം അധ്യായം വരുമ്പോൾ ലോകത്തിന്റെ അവസാനത്തെ കുറിച്ച് എഴുതിയതിന്റെ ഇടയിൽ പറഞ്ഞ ഒരു പദമാനം, എങ്കിലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. In chapter 11, he is telling about the things that are going to happen during the end time. In the middle of the prophecy, he tells, nevertheless, the people who know their God, they will stand firm and they will do great acts of exploits. ഇതുപോലെ തന്നെ ദാനിയേൽ അവിടെ ബാബേൽ പ്രവാസത്തിലായിരുന്നപ്പോഴും അവൻ കണ്ട വെളിപ്പാട് സ്വന്തം മരുഭൂമിയിൽ അവന്റെ സ്വന്തം കർത്താവ് വരുമെന്നും അവിടെ നാം എടുക്കപ്പെടുമെന്നും ഭാവികാല സംഭവങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. Though Daniel was in Babylon, he was seeing visions concerning the coming of the Lord, and he had the assurance that he will be taken to the Lord in glory. ഈ വാക്യം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും? Now let us see how this particular portion from the Bible is applicable in our life. ദാനിയേൽ പ്രവാസത്തിലായിരുന്നതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൽ പ്രവാസ ജീവിതം നയിക്കുവാനുള്ളവരാണ്. As Daniel was living in captivity in Babylon, we are also going through a life of captivity when we are living on this world. നമ്മൾ ദൈവത്തെ അറിയുന്നവരായി തീരണം. We should be people who know our God. നമ്മൾ ദൈവത്തെ അറിയിക്കുന്നവരായി തീരണം. And we should be people who make God known to the world. അറിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാവി കാലത്ത് നാം ചെല്ലാനുള്ള സ്ഥലത്തെ കുറിച്ച് കാണാനും പഠിക്കണം. Even when we go on declaring the message of God to the world, we should have a clear vision about the place where we are going to end up. ബാബേൽ സംസ്ഥാനത്ത് ദാനിയേൽ ഇരിക്കുമ്പോഴും യെരുശലേമിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അവിടെ ഉണ്ടായിരുന്നു. When Daniel was in Babylon, he had all his visions about Jerusalem. നമ്മളും ഈ ലോകത്ത് ഇന്ത്യയിൽ ആരാധിച്ചാലും യുകെയിൽ ആരാധിച്ചാലും യുഎസ്എയിൽ ആരാധിച്ചാലും എവിടെയായിരുന്നാലും നമ്മുടെ പ്രവാസകാലം കഴിയും, നാം പുത്തനാം യെരുശലേമിൽ എത്തും. Wherever we happen to be in India or in the UK or in the US, we should have the conviction that our captivity, our life on this earth is going to end one day, and then we will reach that Jerusalem, the new Jerusalem, the place of our home. അതാണ് നമ്മുടെ ഭാവി പ്രത്യാശ. That is the hope of our future. ഞങ്ങളുടേതായിട്ടുള്ള വിശ്വാസം പഠിപ്പിക്കുന്ന പലരോടും ചോദിച്ച ഒരു ചോദ്യം ഇത് തന്നെയായിരുന്നു. This was the question I asked many of the Hindu teachers. അവരോട് എല്ലാം ചോദിച്ചു, മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗത്തിൽ പോകണം, വഴി എവിടെയെങ്കിലും ഉണ്ടോ? I asked them, after death I want to go to heaven, any way known to you? സ്വർഗം ഉണ്ടെന്ന് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. They even don't know that there is a heaven. പിന്നെ എങ്ങനെ വഴി കാണിച്ചു കൊടുക്കാൻ Then പറ്റും? how can they show me the way? എന്നാൽ കർത്താവ് പറയുന്നു, ഞാൻ ഒരുത്തൻ എന്നിൽ ജീവിച്ചു മരിച്ചാൽ ഞാൻ ഇരിക്കുന്നത് പോലെ എന്നെ കാണുന്നതാകൊണ്ട് നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കും. But Jesus said, if somebody puts their trust in me and they die in me, because I am going back to heaven and be with my Father, you will come back to heaven and you will be with me. ഈ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും നമ്മെ അത് ബാധിക്കത്തില്ല, നാം ദൈവത്തിന്റെ അടുക്കൽ എത്താനുള്ളവർ. Because of this hope, we remain unaffected by anything that happens in this world. അതുകൊണ്ടാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. That's why we worship God. അതുകൊണ്ടാണ് നാം ദൈവത്തിന്റെ മുമ്പിൽ പ്രത്യാശയോടെ ഇരിക്കുന്നത്. That's why we sit in front of God with great hope. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് പാടുന്നത്, അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മയും ഉയർത്തെഴുന്നേൽപ്പിക്കും. That's why we sing the song, because he is resurrected, I will also resurrect. അതാണ് ഭാവി പ്രത്യാശ. That is the hope of our future. എന്നാൽ ഇവിടെ ദൈവത്തെ അറിഞ്ഞത് ദാനിയേൽ ഏതൊക്കെ വിഷയത്തിൽ? But now let us see what were the things in which Daniel was able to know his God. ഏതൊക്കെ വിഷയത്തിൽ
ഏതൊക്കെ രീതിയിൽ അവൻ ദൈവത്തെ അറിഞ്ഞു? In how and in what manner did you come to know his God? ഒന്നാം അധ്യായം മുഴുവനും നമ്മൾ വായിക്കുമ്പോൾ When we read the entire Daniel chapter 1, അവിടെ പ്രധാനമായി പറയുന്ന വിഷയം ദാനിയേലും അവിടെയുള്ള ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന യവനക്കാരും അതുപോലെ തന്നെ അവിടെ പ്രവാസത്തിൽ കഴിയുന്ന മറ്റുള്ളവരും തമ്മിലുള്ള ഭക്ഷണ സംബന്ധമായിട്ട് അവരെ അഭ്യസിക്കുവാൻ വേണ്ടി അവിടുത്തെ ഷണ്ടന്മാരോട് ഏൽപ്പിച്ചു. in chapter 1 we see Daniel was making a special request to the eunuchs, telling them, please don't let us eat the dirty food of the Babylonians. We want to be different in our food from the Babylonians. അവിടെ ഒരു വേർപാട് മാത്രമല്ല, അവിടെ അവർക്കറിയാം ഇഹലോകത്തിൽ കിട്ടുന്നതല്ല ഞങ്ങളുടെ ജ്ഞാനം വർദ്ധിക്കുന്നത്, ജ്ഞാനം തരുന്ന ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. They knew that it was not a matter of separation only. They knew that wisdom is something that you cannot obtain from the food items in this world. It is something to come down from heaven. ഇവിടെ എന്ത് സംഭവിച്ചാലും, എന്ത് കഴിച്ചാലും, എന്ത് പഠിച്ചാലും, എന്ത് ചെയ്താലും ഇവിടെ ഉള്ളവരെക്കാൾ ദൈവത്തിന്റെ ഭാരപീഠത്തിലിരിക്കുന്ന ഞങ്ങൾക്ക് അധികം ജ്ഞാനം തരുന്ന ജ്ഞാനിയായ ദൈവത്തിന്റെ മുമ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് എന്നുള്ള ബോധ്യം അവർക്കുണ്ടായി. They had the assurance that they would be more intelligent than other people in the world because they had more time to sit in the presence of God. അതാണ് 20ഉം 21ഉം വാക്യം വായിക്കാം. That's what we see in verses number 20 and 21. Daniel chapter 1 verses 20 and 21. Please read. Yes, yes. Yeah, please. In all matters of wisdom and understanding which the king examined them, he found them 10 times better than all the magicians and astrologers who were in all his realm. Thus David continued until the first year of Cyrus. ഇവിടെ ദൈവത്തെ ദാനിയേൽ അറിഞ്ഞത്, നിങ്ങൾ ഇവിടെ എന്ത് അഭ്യസിച്ചാലും, എന്ത് ഭക്ഷണം കൊടുത്താലും, എന്തൊക്കെ ചെയ്താലും അവിടെയെല്ലാം ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജ്ഞാനം തരുന്ന ദൈവമാണ്. Here Daniel knew that God is a God who gives wisdom to his people that is beyond the wisdom that this world can give the people in the world. അവിടെ ലോകത്തിന്റെ ട്രെയിനിങ്ങിലല്ല അവർ ആശ്രയിച്ചത്, ലോകത്തിന്റെ വിദ്യയിലല്ല അവർ ആശ്രയിച്ചത്, പകരം സകലതും തരുവാൻ കഴിയുന്ന ദൈവത്തിൽ അവൻ ആശ്രയിച്ചു. So they depended not on worldly sources but on God who is able to fill his servants with heavenly wisdom. അവിടെ പറയുന്ന പദം ഇങ്ങനെയാണ്, 10 ഇരട്ടി അവർക്ക് ജ്ഞാനം തന്നു. Then you see, they were 10 times wiser than the other people. അതുപോലെ തന്നെ സമൂഹത്ത് നമ്മൾ എത്ര ഉന്നതന്മാരുടെ കൂടെ ഇരുന്നാലും, എത്ര സ്വതന്ത്രം അധികാരികളുടെ കൂടെ ഇരുന്നാലും, എത്ര ഉന്നതന്മാരുടെ കൂടെ ഇരുന്ന് സംസാരിച്ചാലും ദൈവത്തിൽ ആശ്രയിക്കുന്ന നമുക്ക് വേണ്ടി 10 ഇരട്ടി ജ്ഞാനം തന്ന ദൈവം ഇന്ന് പകൽ ജീവിക്കുന്ന ദൈവം. So even today, that Lord who is able to shower wisdom on his servants is leading for us. 10 ഇരട്ടി ജ്ഞാനം തരുന്ന ദൈവം. 10 times wisdom our God is able to give us. അതേ സമൂഹത്തിന്റെ മുമ്പിൽ ആർക്കും തീർക്കുവാൻ കഴിയാത്ത അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലങ്ങളെ പോലും തീർക്കുവാൻ 10 ഇരട്ടി ജ്ഞാനം തരുന്ന ദൈവം ജീവിക്കുന്ന ദൈവം. Our God can give us wisdom 10 times more than the other people so that we can solve even administrative problems that the wise men of the world cannot solve. ഇന്ന് പകൽ നീ അങ്ങനെ വിശ്വസിച്ചാൽ, If today you believe like that, നിന്റെ ബിസിനസ്സിൽ, in your business, നിന്റെ ജോലി സ്ഥാനത്ത്, in your employment situation, നിന്റെ അധികാര സ്ഥാനത്ത്, in your authority and power, നീ എവിടെ ആയിരിക്കുന്നുവോ, in whatever position you happen to be, നിന്റെ കൂടെ ഇരിക്കുന്നവരെക്കാൾ 10 ഇരട്ടി ജ്ഞാനം തരുന്നവൻ ജീവിക്കുന്ന ദൈവം. your God is a God who can give you 10 times wisdom than the wisdom all the other people who sit around you have. 10 ഇരട്ടി ജ്ഞാനം തരുന്ന ദൈവം. God who can give you 10 times wisdom. ഒന്നാമത്തെ അധ്യായത്തിൽ ദാനിയേൽ ദൈവത്തെ അറിഞ്ഞത് അങ്ങനെയാണ്. That's how Daniel came to know God in chapter 1. രണ്ടാം അധ്യായം 28-ാം വാക്യം. Now chapter 2 verse number 28.
രണ്ടാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. In 2:28 we see, nevertheless the God who reveals the secrets. 46-47 വാക്യങ്ങളിലും അത് തന്നെ പറയുന്നുണ്ട്. The same thing is repeatedly told in verses 46 and verse 47. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. അവിടുത്തെ രാജാവ് ഒരു സ്വപ്നം കണ്ടു, അതിന് വിവരിക്കുവാൻ ആരെ കൊണ്ട് പറ്റില്ല. The king of Babylon saw a dream, but nobody could interpret it. എന്നാൽ ദാനിയേൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന് മുമ്പിലിരുന്നു. But Daniel came to God who could reveal the mysteries of things. ഇതുപോലെ ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഒരു ഉറപ്പും ധൈര്യം വേണം. അനേകർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. So we should have that assurance when we come to the presence of God. We should know that we are sitting with a God who can reveal to us the mysteries of many things that others do not know. മറ്റുള്ളവർ സ്വപ്നം കണ്ടിട്ടും മറ്റുള്ളവർ ദർശനം കണ്ടിട്ടും വേവലാതിപ്പെടുമ്പോൾ അവരുടെ വേവലാതിനെ മാറ്റുവാൻ, അവരുടേതായ ജീവിതത്തിലെ പരാജയങ്ങളെ മാറ്റുവാൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് ദാനിയേൽ വിശ്വസിച്ചു. Daniel had the faith that when other people are troubled by the visions and dreams they see him, he had his God who could reveal the interpretations and the visions that they see. അതുകൊണ്ട് ഇന്ന് പകൽ സമയം ഒരു കാര്യം ഉറപ്പായി വിശ്വസിക്കണം. So one thing we should be very sure about today. ചില വിഷയങ്ങളുടെ മുമ്പിൽ ചിലർ വെപ്രാളപ്പെടുമ്പോൾ, when some people are troubled because of some problems, ചില വിഷയങ്ങളിൽ വിടുവിക്കുവാൻ കഴിയാത്ത അവർ വെപ്രാളപ്പെടുമ്പോൾ, when they see that they have no way out, നമ്മൾ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മുമ്പിൽ വന്ന് ഇരുന്നാൽ മതി. we should only come, just sit in front of God who can reveal the secrets. അവരുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. So God who reveals the secrets. അവരുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. God who reveals the mysteries. ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, So today the Spirit of the Lord is telling, അനേകർക്ക് വിടുവിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ മുമ്പിൽ, in front of the problems that many others cannot solve, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. but the God who reveals the mysteries, അനേക കസരകൾക്ക് വെളിപ്പെടുത്തുവാൻ കഴിയാത്തതിന്, the things that the great people cannot reveal, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവർ കൂടെയുണ്ട്. that God can reveal that to you. ആ ദൈവം രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. That God is a God who can reveal the mysteries. പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നു, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം കൂടെയുണ്ട്. The Spirit of the Lord is pointing to somebody and saying, God who can reveal secrets is with you. ഈ കുടുംബത്തോട് ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം The കൂടെയുണ്ട്. Spirit of the Lord is telling that family, God who can reveal secrets is with you. അനേക കസരയിൽ ഇരിക്കുന്നവർക്ക് വെളിപ്പെടാത്ത രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം ഇന്ന് പകൽ നമ്മുടെ കൂടെയുണ്ട്. People who sit on high positions, they don't have a clue of the things happening, but God who reveals the mysteries, that God is with you. അങ്ങനെ മൂന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, When you come to chapter 3, അവിടെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, there in verses number 17 we read, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ, if our God whom we serve, if that God can deliver us. ഇവിടെ മലയാളത്തിൽ അത് അല്പം തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ, എന്നാൽ ഇംഗ്ലീഷിലും തമിഴിലും എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. In the wrong Malayalam translation it says, if our God can save us. But in Tamil and in English it says, our God can save us. ഇപ്പോൾ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും, He may deliver us now or another time. ഞങ്ങൾ ഈ ദൈവത്തെ തന്നെ ആരാധിക്കും. We will hold on to worshiping this God. ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. We will not bow before this idol. ഈ തീച്ചൂല ഞങ്ങൾ ദഹിപ്പിച്ചാലും ഞങ്ങൾക്ക് വിഷയമില്ല. Even if the furnace consumes us, it's not a problem for us. വെളിപ്പാടുകളും രഹസ്യങ്ങളും വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു പ്രതികൂലം വന്നെന്ന് വരാം. Once secrets are revealed to us, we may still have problems like these to face in our life. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് മാത്രമേ ഈ ലോകം പ്രതികൂലമായിരിക്കത്തുള്ളൂ. Only those who worship God truly,
they alone have problems in this world. പക്ഷേ വിടുവിക്കുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. But we have the God who delivers us. 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ആ അധ്യായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാ, ഈ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. In the entire chapter 3 is giving us this story, and it ends with the assurance this God is a delivering God. തീയിൽ നിന്ന് വിടുവിക്കുന്ന ദൈവം. The God who can deliver you from consuming fire. തീച്ചൂളയിൽ കൊണ്ടുപോയിട്ടാലും വിടുവിക്കുന്നവൻ കൂടെയുണ്ട്. The God who is with you, who can deliver you even from the burning furnace. ദൈവത്തെ ആരാധിക്കുന്നവൻ എവിടെ കൊണ്ടുപോയിട്ടാലും വിടുവിക്കുന്നവൻ കൂടെയുണ്ട്. If you worship God, you may be thrown in any worse situation. The Lord who can deliver you is with you. നിങ്ങളുടെ ജീവിതത്തിൽ വേണമെങ്കിൽ പരിശോധിച്ച് നോക്കിക്കോ. ദൈവവുമായി കൂടുതൽ അടുക്കുവാൻ, ദൈവവുമായി കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, ദൈവവുമായി കൂടുതൽ സമയം ചെലവിടുവാൻ നീ തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെയും കൊണ്ടുപോയി ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ശത്രു നോക്കുമ്പോഴും വിടുവിക്കുന്നവൻ കൂടെയുണ്ട്. You can put it as a test. The more you serve the Lord, the more you pray, the closer you try to come to the Lord, you will also see the experience of furnace where you're going to be thrown into. 3-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് വിടുവിക്കുന്ന ദൈവം. In chapter 3 we saw the God who delivers. 4-ഉം 5-ഉം 6-ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ Chapter 4, 5 and 6 we see അവിടെ നെബൂഖദ്നേസറിനെയും ബെൽശസ്സറിനെയും ദൈവം താഴ്ത്തി. They will see Nebuchadnezzar and Belshazzar all put down. കാരണം നെബൂഖദ്നേസറിന്റെ കഴിവ് തന്ന ദൈവത്തെ, ധനം തന്ന ദൈവത്തെ അവൻ മാനിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുവാൻ തുടങ്ങി. Because instead of giving honor to God who gave him wisdom and knowledge and honor, he began to have a sort of pride. He began to lift himself before God. Nebuchadnezzar did it. അവരെല്ലാം ദൈവം താഴ്ത്തി. So God brought all of them down. അപ്പോൾ ദൈവത്തിന് ഏത് സിംഹാസനത്തെ താഴ്ത്തുവാനും ഏത് സിംഹാസനത്തെ ഉയർത്തുവാനും കഴിയുന്ന ദൈവം. So God is powerful to bring down any throne and is able to bring up, lift up any throne. കാരണം സകല അധികാരങ്ങളുടെ മേലും അധികാരി രാജാവ് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. Because our God is King of kings and God of God and Lord of lords. സകല രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ കർത്താവ്. Our Lord is the one who is in control of all the nations of the world. ദൈവവചനം വിളിച്ചു പറയുന്നത് അവൻ രാജാക്കന്മാരുടെ ഹൃദയങ്ങളെ നീർത്തോടുകളെ പോലെ ആക്കുന്നവൻ. Because the word of God says the heart of kings are like little broods in the hand of our God. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. That God is a living God. ഇവിടെയും നമ്മൾ നോക്കണം, അവിടെ സകലരെയും താഴ്ത്തിയപ്പോൾ ദാനിയേലിനെ ദൈവം ഉയർത്തി. They will see when everybody was put down, God began to lift up his servant David. 6-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. 6-ാം അധ്യായം തുടങ്ങി നമ്മൾ വായിക്കുന്നത് രാജ്യമൊക്കെയും ഭരിക്കേണ്ടതിന് രാജ്യത്തിന്മേൽ 120 പ്രധാന ദേശാധിപതികളെയും അവിടെ മേൽ 3 അധ്യക്ഷന്മാരെയും ആക്കി. ഈ മൂവരിൽ ദാനിയേൽ ഒന്നാമനായിരുന്നു. In chapter 6 we see 120 special leaders were selected to rule the entire empire, and 3 people above all these 120, and Daniel was one of them. അതിന്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. Verse 3 we read like this. എന്നാൽ ദാനിയേൽ ഉത്കൃഷ്ടമാനസനായിരുന്നതുകൊണ്ട്, Because Daniel was a man of excellent spirit. എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് ഇതിനേക്കാൾ അപ്പുറത്ത് ഒന്നും പറയാനില്ല. That means the knowledge that he had, the excellence he had was beyond the superlative degree. ആത്മാവിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ ഇംഗ്ലീഷിൽ ഇതിനേക്കാൾ പറയാൻ ഒരു പദമില്ല. I don't think the English language has got any other word than this to say excellent spirit. അവൻ ദൈവം അവനെ ഉയർത്താനുള്ള കാരണം. That's how God lifted him. 6-ാം അധ്യായത്തിൽ അവൻ ഉത്കൃഷ്ട മാനസനായി തീർന്നു. In chapter 6 we see Daniel, a man of excellent spirit. അതുമുതൽ ദൈവം സ്വർഗ്ഗത്തിന്റെ ദർശനങ്ങൾ കാണിക്കാൻ തുടങ്ങി. And since that, God started revealing to him revelations about heaven. ദൈവത്തെ അറിയുന്ന ജനം, The people who know God, ഉറച്ചു നിന്ന് they will stand firm വീര്യം പ്രവർത്തിക്കും. and they will do great acts of exploits. ദൈവത്തെ അറിയുക. Know your God. 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്.
That's what we read in chapter 1. ലോകത്തിന്റെ യാതൊരു പുഷ്ടിയുമല്ല എനിക്ക് ജ്ഞാനം നൽകുന്നത്, എന്റെ ദൈവമാണ് എനിക്ക് ജ്ഞാനം നൽകുന്നത്. It's not the food or other materials of the world that gives me wisdom. My God gives me wisdom. മറ്റുള്ളവരെ ലോകക്കാർ അഭ്യസിച്ചപ്പോൾ എന്നെ എന്റെ ദൈവമാണ് അഭ്യസിച്ചത്. When other people are trained by the world, my God trained me. അങ്ങനെ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ, So if we believe in the wisdom of God, 10 ഇരട്ടി ജ്ഞാനം തരുന്ന ദൈവം നമുക്കും ജ്ഞാനം തരുവാൻ the ശക്തനാണ്. God who is able to give 10 times wisdom is able to give us also wisdom. ഈ വാക്യം നമ്മുടെ ഉള്ളിലാകണം. This word should be installed in our heart. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഉള്ളിലാകണം. Especially it should be installed in the heart of little നമ്മുടെ children. ബിസിനസ് മേഖലയിലാകണം. That should be in our business, നമ്മുടെ ജോലി മേഖലയിലാകണം. in our employment situations. നീ ഏതെങ്കിലും ഒരു ടേബിളിന്റെ മുമ്പിൽ ഇരുന്നിട്ട് അവിടെ നിനക്ക് ജ്ഞാനം കുറവെന്ന് തോന്നുമ്പോൾ ഈ വാക്യം നമ്മൾ ധ്യാനിക്കണം. When you sit in front of a table where you have to take decisions, and if you see that you are lacking wisdom, you should meditate on this particular word of God. എന്തെങ്കിലും കാര്യങ്ങൾ വായിച്ചിട്ട് മനസ്സിലാക്കാതിരിക്കുമ്പോൾ, When you are not able to understand something that you read, എന്തെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്തിട്ട് മനസ്സിലാക്കാതിരിക്കുമ്പോൾ, when you go through a certain file and still you don't understand it, എന്തെങ്കിലും ബിസിനസ്സിൽ ഒരു പുതിയ തീരുമാനം എടുക്കുമ്പോൾ ഇത് വേണം അത് വേണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളപ്പോൾ, when you go through confusion, not being able to take the right decision, അപ്പോൾ ഈ വാക്യം ഓർക്കണം. the word of God, this verse should come to you. 10 ഇരട്ടി ജ്ഞാനം തരുന്നവൻ എന്റെ കൂടെയുണ്ട്. The God who can give me a 10 times wisdom is with me. ഈ വിഷയത്തിന്റെ മുമ്പിൽ എന്റെ ജ്ഞാനം കൊണ്ട് പറ്റത്തില്ല. I'm not able to solve it with my own human wisdom. 10 ഇരട്ടി ജ്ഞാനം തരുന്ന എന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. Lord, I'm submitting myself to you because you can give me 10 times wisdom. 10 ഇരട്ടി ജ്ഞാനം തരുന്നവൻ നിനക്ക് 10 ഇരട്ടി ജ്ഞാനം തരും. The Lord who gives 10 times wisdom will do that for you. ഇതുപോലെ തന്നെ ആരെങ്കിലും നിന്നെ വിളിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ, In the same way, if anybody calls you and asks you, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുമ്പോൾ, when they go through problems, നീ മനസ്സിലാക്കണം, 2-ാം അധ്യായത്തിൽ മനസ്സിലാക്കിയതുപോലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ എന്റെ കൂടെയുണ്ട്. you should understand that the God who reveals secrets is with me. നിന്റെ പ്രശ്നങ്ങളെ തീർക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. I got a God who can solve your problems. നിന്റെ കുടുംബ പ്രശ്നത്തെ തീർക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. I have got a God who can solve your family problems. നിങ്ങളുടെ ജീവിതത്തിലുള്ള വിഷയങ്ങളെ തീർക്കുന്നവൻ എന്റെ കൂടെയുണ്ട്. I have with me a God who can solve the problems in your life. ഞങ്ങളുടെ ദൈവത്തിന്റെ പേര് തന്നെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ. The very name of my God is a God who can reveal secrets. നീ പറഞ്ഞു വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങാവോ? If you tell that to that person, come by and start praying, രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തും. God will reveal secrets to you. നെബൂഖദ്നേസറിന്റെ ഉള്ളിലുള്ള രഹസ്യത്തെ വെളിപ്പെടുത്തുന്നവൻ. The secrets in the heart of Nebuchadnezzar, God revealed. ബാബേൽ രാജാവിന്റെ ഉള്ളിലിരിക്കുന്ന രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ. The God who revealed the secrets in the heart of the Babylonian king. നിന്റെ ദൈവം നിനക്കും രഹസ്യത്തെ വെളിപ്പെടുത്തും. That same God will reveal to you the secrets of other people's problems. മുമ്പിൽ തീച്ചൂല കണ്ടിട്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. You don't have to be worried about the furnace, burning furnace in front of your life. മുൻപിൽ സിംഹക്കുഴി കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. You don't have to be worried about the dens of lions in front of you. എന്റെ ദൈവം അതിനകത്ത് വീഴ്ത്തിയാലും, Even if I happen to be cast into it, എന്റെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. my God is a delivering God. സിംഹങ്ങളുടെ വായിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്നവൻ. He can deliver me from the mouth of the lions. തീച്ചുളയിൽ നിന്ന് വിടുവിക്കുവാൻ കഴിയുന്ന ദൈവം. He can deliver me from burning furnace. മനുഷ്യരുടെ കയ്യിൽ നിന്ന് എത്ര അധികം വിടുവിക്കും? Then how much more can He save me from the hands of evil men? നിന്റെ ഏത് സാഹചര്യത്തിൽ നീ ഒറ്റയ്ക്കാണെങ്കിലും, In whatever situations in your life, if you think that you are alone, നീ ഒറ്റയ്ക്ക് അവിടെ ഒറ്റപ്പെടേണ്ടി വന്നാലും, if you happen to be alone, isolated, സിംഹങ്ങളുടെ വായടയ്ക്കുവാൻ കഴിയുന്നവൻ മനുഷ്യന്റെ പേന അടയ്ക്കുവാൻ, മനുഷ്യരുടെ വായടയ്ക്കുവാൻ എത്രയധികം കഴിയും? if your God is able to close the mouths of lions, how much more your God is able to close the pens and hands of human beings that work against you. തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു, I believe it surely.
ഇതുവരെ സിംഹം വായടച്ചിട്ട് ജീവിതത്തിൽ ഉണ്ടാകത്തില്ലായിരുന്നു. They would never have been a time when the lion closed its mouth. ദൈവം നേരത്തെ സിംഹത്തോടാ പറഞ്ഞത് വായി തുറക്കരുത്. God had told the lions not to open their mouth. ഒരു ദൈവപുരുഷൻ അകത്ത് വരുന്നുണ്ട്. A man of God is coming to your tent. ഇന്ന് നീ ഫാസ്റ്റിംഗ് എടുത്തേ മതിയാകത്തുള്ളൂ. Lion, you're going to be taking fasting today. സിംഹങ്ങളോട് കൽപ്പിക്കുവാൻ കഴിയണവൻ. The God who can command to lions. ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. That God is a living God. ദൈവത്തെ അറിയുന്ന ജനം, Those people who know their God, ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. they will stand firm unto great things. സകല കസരകളിൽ താഴ്ത്തുവാൻ കഴിയുന്നവൻ, The God who can put down every chair of authority. ദാനിയേലിനെ ഉയർത്തുവാൻ കഴിയുന്നവൻ, That same God who was able to lift Daniel up, നമ്മെ ഉയർത്തുവാൻ കഴിയുന്ന ദൈവമാണ്. He can lift us also up in our life. അല്പനിമിഷങ്ങൾ നമ്മളെ കണ്ണുകളയ്ക്കാം. Let's close our eyes for a few minutes. ചിലരോടുള്ള ദൈവത്തിന്റെ ആലോചനയ്ക്കായി നമ്മൾ ശ്രദ്ധകൾ തിരിക്കാം. And let us submit ourselves for the prophetic and word of God to some of you here today morning. ഈ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. This God is a living God.